ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. ഇന്ന് 2-3 റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒന്ന് മീൻ കറി, കൈപ്പക്കുപ്പേരി, ഗ്രീൻ പീസ് കറി. ഇതൊക്കെയാണ് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യരുത്. ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ വാട്ടിക്കുവച്ച പത്തിരിയാണ്. അത് നൈസ് പത്തിരിയല്ല, വെറുതെ നെയ്യിട്ടൊന്ന് ചുടുന്ന പത്തിരിയാണ്. അതിലേക്ക് നല്ല അയില മുളകിട്ടുണ്ട്. അയില മുളകിട്ടതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. നല്ലൊരു മീൻ കറി തേങ്ങ അരച്ച് ചോറിലേക്കുള്ളത്, നല്ലൊരു ചോറിനും ചപ്പാത്തി എല്ലാത്തിനും കഴിക്കുക. ചോറിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കിയ മീൻ കറി കാണിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് മീൻ കറി ഉണ്ട്. നമുക്കൊരു ഗ്രീൻ പീസ് കറി കൂടെ ഉണ്ടാക്കണം ഈ പത്തിരിയിലേക്ക്. അപ്പോൾ നമ്മൾ പത്തിരി മുഴുവനായിട്ട് ചുട്ട് കഴിഞ്ഞ് ഇത് അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഞാൻ ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചാണത്. അത് കുറച്ച് മല്ലിയും മുളക്, ഒരു പകുതി വെല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്തൊന്ന് വേവിച്ച് മാറ്റി വെച്ചാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൂടെ ക്രഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത്, മുളക് പൊടി കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. മുളക് പൊടി കുറച്ച് ഞാൻ ആദ്യം അത് വേവിക്കുമ്പോൾ ചേർത്തതാണ്. ഇതിലേക്ക് പച്ചമുളകാണ് ചേരുക. ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി രണ്ടും റെഡിയായി. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം ഉച്ചയ്ക്കുള്ള മീൻ കറിയും ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനിടയിൽ ചോറൊക്കെ റെഡിയായി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മീനിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയ മീൻ തന്നെയാണ്. പെരിഞ്ചീരകം, ചുവന്നുള്ളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഷ്ണം ഇഞ്ചിയുണ്ട് ചേർത്തിട്ട് ഇതിലേക്ക് അരമുറി തേങ്ങയും കൂടെ ചേർത്ത് 5 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടി തന്നെ പല രീതിയിലും കറി വെക്കാറുണ്ട്. ഇത് ഒരു വേറെ രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് ആ കറിയിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് മുന്തി നിൽക്കണം. മല്ലി ചേരുന്ന മീനാണിത്, നെയ്മീനാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം കുറച്ച് കുരുമില്ലാത്ത പുളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് അരച്ച് ഒരു എളുപ്പത്തിലുള്ളൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക.
ഒരിത്തിരി കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി ക്രഷ് ചെയ്തത് ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിക്കൊന്നൊരു പാട് വേവൊന്നുമില്ലല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ പൊടി വേറെ ഓരോന്നോരോന്ന് ചേർക്കേണ്ട, എല്ലാം തേങ്ങയിൽ ചേർത്തതിനെ കൊണ്ട് ഇതിൻ്റെ വേവും കഴിഞ്ഞല്ലോ. ഇതിലേക്കുള്ള മസാലേൻ്റെ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ചെടുക്കാം. ഇത് അരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ച് വെള്ളം പാകത്തിനാക്കിയെടുക്കുക. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കാം. നല്ല പാകത്തിന് ഉണ്ട്. ഉപ്പ്, പുളി, എരിവ് ഒക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മളെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ച് കുറച്ച് ഉള്ളി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്തിരി ഉള്ളിയും കൂടെ ഒന്ന് താളിച്ച് വയ്ക്കുക. ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ചിലർക്ക് ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഉള്ളി മാത്രം താളിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കയ്പക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. കയ്പക്ക നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില, ക്രഷ് ചെയ്ത മുളക് എല്ലാം ചേർത്തൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. അധികം കയ്പ്പ് ഉണ്ടാവില്ല ഈ ഉള്ളി കൂടി ചേർക്കുമ്പോഴേ. പൊതുവേ കയ്പൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്. ഇതിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളെ കയ്പൊക്കെ ചേർത്തെടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് ഫ്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും. പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ കയ്പക്ക ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. മോളിനെൻ്റെ വ്യാപ്പാളിൻ്റെ വീട്ടിലുള്ളത് വന്നിരുന്നത്. ഇപ്പോൾ വന്ന് ഒരുപാട് ഹാപ്പിയായി എല്ലാവരെയും കണ്ട് വന്ന പോയതിന് ശേഷം പിന്നെ പപ്പൻ്റെ കൂടെ ഞങ്ങളൊന്ന് പുറത്ത് പോയി. ഇത് പപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലിരുന്ന് അവിടെ അൽമുസോൺ പാർക്ക് പപ്പൻ്റെ റൂമിൻ്റെ പാലസിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ പപ്പൻ്റെ അടുത്തേക്ക് അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. പാർക്കിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്നു പോയി. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ തിരിച്ചു പോന്ന്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.
വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നമസ്കാര കുപ്പായം വാങ്ങണം പറഞ്ഞിട്ടെ, അപ്പോൾ അതും കൂടി ഒന്ന് രണ്ട് ഷോപ്പിലൊന്ന് തപ്പി നടക്കുകയാണ്. അമ്മി കയറുണ്ടോ? ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.